ബഹുമാന സഹോദരൻ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവന്റെ തൃപ്തിക്ക് വേണ്ടി കേൾക്കുവാനും പറയുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതനുസരിച്ചുള്ള ജീവിതം നമ്മളിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദുനിയാവിൽ നൽകിയിരിക്കുന്ന ജീവിതം വളരെ കുറഞ്ഞ സമയത്തേക്കാണ്. ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ ആണ് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. യാത്രക്കാരന് എപ്പോഴും അവന്റെ യാത്രയുടെ ലക്ഷ്യത്തെ കുറിച്ച് ബോധം ഉണ്ടാവും. അതുകൊണ്ട് ആ യാത്രക്കാരൻ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി യാത്രയിലെ ആവശ്യങ്ങളെ മാറ്റും. അറിയാം, നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ നമുക്ക് ട്രെയിനിൽ ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, മണിക്കൂറുകൾ കഴിഞ്ഞു, കയ്യിലെ വെള്ളമൊക്കെ തീർന്നു, ആരുടെ കയ്യിലും വെള്ളമില്ല, ദാഹിച്ച് വലയാണ്. പക്ഷെ ആ സമയത്ത് എവിടുന്നും വെള്ളം കിട്ടിയില്ല. അവസാനം ഏതോ ഒരു സ്റ്റേഷനില്, അറിയപ്പെടാത്തൊരു സ്റ്റേഷനിൽ വണ്ടി നിർത്തി വെള്ളം അന്വേഷിച്ച് നമ്മൾ പുറത്തിറങ്ങി. പ്ലാറ്റ്ഫോമിൽ ഓരോ സ്ഥലത്ത് ടാപ്പ് കണ്ടു, കുപ്പിയുമായി പോയി, അടുത്തെത്തി വെള്ളം എടുക്കാൻ വേണ്ടി വലിയ പ്രതീക്ഷയോട് പോയി. അപ്പോഴാണ് ആ സമയത്ത് ട്രെയിന് വിസില് വിളിച്ചു. ഉടനെ എന്ത് ചെയ്തു? നമ്മുടെ ആവശ്യത്തെ മാറ്റിയോ, വെള്ളം എടുക്കൂല, ഉടനെ ട്രെയിനിലേക്ക് തിരിച്ചു വന്നു. കാരണം ലക്ഷ്യം ഡൽഹി എത്തലാണ്. എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, എംബസിയിൽ പോകണം. അഥവാ ഞാൻ ഇപ്പൊ ഈ വെള്ളത്തിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. വെള്ളം പിന്നെയും കുടിക്കാം, ചിലപ്പോൾ ചെറിയൊരു ദാഹം സഹിച്ചാൽ മതി. അതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മുടെ വെള്ളം ആവശ്യത്തെ മാറ്റിവെച്ച് ലക്ഷ്യത്തെ മുൻഗണന നൽകി നമ്മൾ ട്രെയിനിലേക്ക് പോകും. കുറച്ച് വിഷമങ്ങള്, പ്രയാസങ്ങൾ സഹിച്ചാലും അവന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവും. കുഴപ്പമില്ല, ട്രെയിൻ കിട്ടിയല്ലോ, എത്താലോ, അവിടെ എത്തിയാൽ കുടിക്കാലോ, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ എത്തിയാൽ കുടിക്കാലോ. പക്ഷെ ആ മനുഷ്യൻ ആ സമയത്ത് എന്ത് ചെയ്തു? തന്റെ ആവശ്യത്തിന് വേണ്ടി ലക്ഷ്യത്തെ ത്യാഗം ചെയ്തു. ട്രെയിനിൽ പോകുന്നെങ്കിൽ പോട്ടെ, ഇപ്പൊ നല്ലോണം വെള്ളം കുടിക്കാം എന്ന് മനസ്സിലാക്കി ആ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് നല്ല തണുത്ത വെള്ളം വയർ നിറച്ച് കുടിച്ചു. സന്തോഷമായി, ദാഹം മാറി. അങ്ങനെ ട്രെയിനിന്റെ അടുത്തേക്ക് നോക്കുമ്പോഴേക്ക് ട്രെയിൻ പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവരുടെ കുറഞ്ഞ സമയത്തിന് സന്തോഷം പിന്നെ ദുഃഖമായിട്ട് മാറും, വ്യാകുലതയായിട്ട് മാറും, വ്യസനമായിട്ട് മാറും. ഓ, എന്റെ ബാഗ് അതിനകത്താണുള്ളത്, എന്റെ സർട്ടിഫിക്കറ്റ് അതിനകത്താണുള്ളത്, നാളെ ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ നാളെ ഓഫീസിൽ പോകണം, എന്ത് ചെയ്യും? അതുപോലെ പ്രശ്നങ്ങൾ തുടങ്ങാൻ. അപ്പം ലക്ഷ്യത്തിന് വേണ്ടി ആവശ്യത്തെ ത്യാഗം ചെയ്യുന്ന മനുഷ്യന് അല്പസമയം പ്രയാസം ഉണ്ടാകുമെങ്കിലും പിന്നെ അവൻ എത്തുന്നത് സന്തോഷത്തിലേക്കാണ്, അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും. പക്ഷെ ഒരു മനുഷ്യൻ ആവശ്യത്തിന് വേണ്ടി ലക്ഷ്യത്തെ ത്യാഗം ചെയ്താലോ ആ സമയത്ത് മനുഷ്യന് സമാധാനം ഉണ്ടാവുമെങ്കിലും പിന്നെ അവന് പ്രശ്നങ്ങൾ തുടങ്ങും. ഇന്ന് സഹോദരന്മാരെ, ഇന്ന് ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? സമാധാനമില്ലായ്മയുടെ പ്രശ്നങ്ങളുടെ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നടന്ന ആവശ്യങ്ങളുടെ പിന്നാലെ പോകും. ഓരോ ആവശ്യങ്ങളുടെ പിന്നാലെയാണ്, അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ലക്ഷ്യത്തെ മറന്നു. അതുകൊണ്ട് സമ്പത്തുള്ളവന് സമ്പത്തോടുകൂടി പ്രയാസമാണ്, സമ്പത്തോടുകൂടി പ്രയാസമാണ്, അധികാരമുള്ളവൻ അധികാരത്തോടുകൂടി മനസ്സിന് പ്രയാസമാണ്. എല്ലാം ഉണ്ടായിട്ടും എന്തോ മിസ്സിങ്. സാറ് പറയാറ് എല്ലാം ഉണ്ട് എനിക്ക്, പക്ഷെ എന്തോ മിസ്സിങ്. പല ബാഹ്യമായി നോക്കുന്ന സമയത്ത് ഭയങ്കരമായ നല്ല സുഖത്തിലും ആർഭാടത്തിലും അതേപോലെ സന്തോഷത്തിലും എന്ന് നമ്മള് മനസ്സിലാക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തിടെ നടന്ന സംഭവങ്ങൾ സാധിക്കും. അവരുടെ ഉള്ളു പുറയാണ്, എന്ന് പറയും. ഉള്ളെന്താണ്? ഉള്ള് കാലിയാണ്. പുറമേയുള്ള പുറംപൂച്ച് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴാണ് പൊട്ടുക എന്നാർക്കും അറിയാൻ സാധിക്കും. ഞങ്ങൾ ജമാഅത്ത് വിദേശത്ത് പരിശ്രമിക്കുന്ന സമയത്ത് 4 മാസം US-ല്, അമേരിക്കയില് ഏകദേശം 2-3 ജുമാ ഖുത്ബകൾ ഞാൻ കേട്ടു. ആ 2-3 ജുമാ ഖുത്ബകളുടെ വിഷയം തന്നെ ഡിപ്രഷൻ അമംഗ് യങ്സ്റ്റേഴ്സ് ആണ്. വിഷയം
നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണ. ഇത് സഹാബാക്കളുടെ വാക്കുകളിൽപ്പെട്ടൊരു വാക്കാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ടാർഗറ്റ്, ലക്ഷ്യം എന്താണ്? ഇതേപോലെ ജീവിതത്തില് ആഖിറത്തിലേക്കുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്ത മനുഷ്യർ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായാലും മനസ്സിന് സമാധാനം ഉണ്ടാവും. ലക്ഷ്യത്തിലാണ് സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അവരെ ആഖിറത്തിന് വേണ്ടി എന്തു ചെയ്യാൻ തയ്യാറാണ്. ഒരു വയസ്സായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഒരു കറുത്ത സ്ത്രീ, ഒരു അടിമയായ സ്ത്രീ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ എനിക്ക് ഫിറ്റ്സ് ഉണ്ട്, അവസ്മാനത്തിന്റെ അസുഖം, തങ്ങൾ എന്റെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാം, വലിയ പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അങ്ങോട്ട് എന്താ പറഞ്ഞത്? ഞാൻ ദുആ ചെയ്യാം, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ അസുഖം മാറും. പക്ഷെ നിങ്ങളുടെ ഈ അസുഖത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പകരം നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ സ്വർഗ്ഗം നൽകും, അല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകും. ആ സ്ത്രീ അല്പസമയം ആലോചിച്ചു പറഞ്ഞു, തങ്ങളെ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി, എനിക്ക് ഇതിന് പകരം ആഖിറത്തിൽ സവാബ് മതി, ഞാൻ ജീവിതകാലം മുഴുവൻ ഈ അസുഖവുമായിട്ട് ജീവിക്കാൻ തയ്യാറാണ്. പക്ഷെ തങ്ങൾ ഒരു കാര്യം ദുആ ചെയ്യണം, ഈ അസുഖത്തിന്റെ സമയങ്ങളിൽ എന്റെ വസ്ത്രങ്ങൾ മാറിപ്പോകാതെ വസ്ത്രങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ വന്നു. തങ്ങളോട് പറഞ്ഞു, ഫസായിലെ സദഖാത്തുള്ള സംഭവമാണ്, എന്റെ അയൽക്കാരന്റെ വീട്ടില് ഒരു ഈത്തപ്പഴ മരമുണ്ട്, അതിന്റെ ഒരു കമ്പ്, ചരിഞ്ഞ കൊമ്പ് എന്റെ വീട്ടിലേക്കാണ്, എന്റെ മുറ്റത്തേക്കാണ്. അപ്പൊ ചിലപ്പോൾ അയാൾ ഈത്തപ്പഴം പറിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് അതിന്റെ പഴങ്ങൾ എന്റെ മുറ്റത്ത് വീഴും. എന്റെ കുട്ടികള് വിശപ്പിന്റെ പേരിൽ ചിലപ്പോൾ അതെടുത്ത് കഴിക്കും. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇറങ്ങി വന്ന് അവരുടെ വായുകളെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. തങ്ങൾ യതീമുകളെ, പാവങ്ങളെ സഹായിക്കുന്നവരാണല്ലോ, തങ്ങളെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഈത്തപ്പഴത്തിന്റെ മരം എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ അതിന് പകരം സ്വർഗത്തിലൊരു മരം തരാം. ആ സമയത്ത് ആ മനുഷ്യൻ ഉദറുകൾ പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമുള്ള മരമാണത്, ഞാൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി. ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു സഹാബി ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടത്, തങ്ങളെ ഈ പറഞ്ഞ വാഗ്ദാനം എനിക്കും ബാധകമാണോ? തങ്ങൾ പറഞ്ഞു, തീർച്ചയായും. ഈ സഹാബി അദ്ദേഹത്തിന് എടുത്തു പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മരം എനിക്ക് വിൽക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിൽക്കൂല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരമാണത്, നബിതങ്ങൾ ചോദിച്ചു പോയി, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില ഞാൻ തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്ന വില നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. ഇദ്ദേഹം പറഞ്ഞു, തരാമോ? എനിക്ക് മരം പകരമായി നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അദ്ദേഹം പറഞ്ഞു, കുറച്ച് ആലോചിച്ച് പറഞ്ഞു, 40 മരം, അത് വലിയ ആണ്, പക്ഷെ എങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ സത്യമായി നിങ്ങൾ പറയണം. ഈ സഹാബി അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കത് എന്റെ 40 മരങ്ങൾ നൽകിയിരിക്കുന്നതിന് പകരം. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ഇയാളുടെ മനസ്സ് മാറി. ഇയാൾ പറഞ്ഞു, ഇല്ല, വെക്കാൻ പറ്റൂല. ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, പറ്റൂല, ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്തു പോയി. അറബികളെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്ത് ഒരു വളരെ പ്രധാനത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്, അവർ നൽകിയേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം എന്താണ് അടുത്ത കണ്ടീഷൻ വെച്ച്, ഞാൻ തരാം നിങ്ങൾക്ക് 40 മരത്തിന് പകരം, പക്ഷെ ആ 40 മരവും ഒരു സ്ഥലത്തായിരിക്കും. അപ്പൊ എന്താണ് 40 മരം ഒരു സ്ഥലത്താന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ ഭൂമി അടക്കം അദ്ദേഹത്തിന് കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അടക്കം അദ്ദേഹത്തിന് കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു വളർന്ന മരത്തിന് പകരം ഈ 40 മരത്തെ അദ്ദേഹം കൊടുത്തിട്ട് നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ നൽകി. എന്താണ് ആഖിറത്തിന്റെ ഒരു വിഷയം അവരുടെ മുന്നിൽ വന്ന സമയത്ത് ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്. ധാരാളമായി ആയത്തുകള് ഇറങ്ങിയത് സന്ദർഭങ്ങള്, അതേ സഹാബാക്കള് അവന്റെ ജീവിതത്തെ ആഖിറത്തിന്റെ മുന്നിൽ അർപ്പണം ചെയ്ത സംഭവമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സമയം നമ്മുടെ ഈ യുവത്വത്തിന്റെ സമയത്ത് ധാരാളമായി നമുക്ക് ഡിസ്ട്രാക്ഷൻസ്, എ ലോട്ട് ഓഫ് വോയിസസ് ഫ്രം വേരിയസ് സൈഡ്സ്, നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ധാരാളമായ വോയിസുകൾ കേൾക്കാൻ സാധിക്കും.
ധാരാളമായ മീൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ മുന്നിൽ ലക്ഷ്യം ഒന്നും മാത്രം ആഖിറാണ്. എന്റെ മുമ്പിൽ ആഖിറ, എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, ഞാൻ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകണം. ഞാൻ ഒറ്റക്കാണെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല ഒരു പ്രാവശ്യം യാത്ര ചെയ്ത സമയത്ത് ഒരു ആട്ടിനെ കണ്ട സംഭവം വളരെ പ്രസിദ്ധമായ സംഭവമാണ്. അപ്പൊ ആട്ടിടയോട് അദ്ദേഹത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരാണ്, നല്ല വെയിലുള്ള ചൂടുള്ള സമയത്ത്. അപ്പൊ പിന്നെ ചോദിച്ചു, എനിക്ക് ഒരു ആട് നൽകുമോ, നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഉടമസ്ഥൻ എന്നെ ആടിനെ മേയ്ക്കാനെ ഏൽപ്പിച്ചിട്ട് വിൽക്കാൻ അനുവാദമില്ല. അപ്പൊ ഇതിനു മുഴുവൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. അതിന്റെ ഉടമസ്ഥൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പോവാണ്, ചെന്നാൽ പിടിച്ചു പോയി പറയണം. ആ സമയത്ത് പറഞ്ഞു, അള്ളാഹു എവിടെ പോകും? ഇബ്നു ഉമർ റളിയല്ലാഹു പിന്നെ ഈ വാക്ക് ഉരുവിട്ടുകൊണ്ടേയിരുന്നു, അള്ളാഹു എവിടെ പോകും? ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഉപദേശമാണ് ഖൽവത്ത് ഓർ ജൽവത്ത്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ജൽവത്ത് കൂട്ടത്തില്, ഖൽവത്ത് ഓർ ജൽവത്ത് മേ തഖ്വേ കോ ഇഖ്തിയാർ കറോ. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും കൂട്ടത്തിലിരിക്കുന്ന സമയത്തും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തഖ്വയെ സൂക്ഷിക്കണം. ആഖിറത്ത് ലക്ഷ്യമാക്കി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ സൂക്ഷിക്കൽ വളരെ എളുപ്പമാണ്. ആഖിറത്ത് ലക്ഷ്യമാക്കി ജീവിക്കും. ഖൽവത്ത്, ഒറ്റക്കാണ്. ഞാൻ എന്റെ മൊബൈൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ഹിസ്റ്ററി അടിക്കാൻ പറ്റും നമുക്ക് മൊബൈൽ, ആരും കാണൂല. കൺട്രോൾഡ് ഓൾ ഡിലീറ്റ് അടിക്കാൻ പറ്റും, ആർക്കും റീട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷെ നമ്മുടെ റെക്കോർഡിംഗ് സിസ്റ്റം, ബോഡിക്കകത്തുള്ള എംബഡഡ് റെക്കോർഡിംഗ് സിസ്റ്റം, നമ്മുടെ ബോഡി, 2 മലക്കുകള്, അതേപോലെ ഭൂമി, വായകൾക്ക് സീൽ വെക്കപ്പെടുകയും കൈകൾ സംസാരിക്കുകയും ചില ദിവസം. അതേപോലെ തന്നെ കിറാമൻ കാത്തിബീൻ, മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ചെറുതും വലുതും ഒരു കാര്യം പോലും വിട്ടേച്ചു പോയിട്ടുണ്ടല്ലോ. ഭൂമി അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം. ഇതെല്ലാം നമ്മൾ ആഖിറത്തില് നമുക്ക് സാക്ഷികളായി. ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു ഹിസ്റ്ററിയാണത്. ഒരാൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹദീസിൽ വരുന്നുണ്ട്, ആ മഹ്ശറിൽ തൊട ആദ്യം സംസാരിക്കുന്ന അതാ. അപ്പൊ ഈ വായ കെട്ടിട്ടുണ്ടാവും. അല്ലാഹുവിന് ഈ വായന്റെ കെട്ടൊന്ന് കഴിച്ചു കൊടുക്കും. അപ്പൊ ഈ നാവ് ചോദിക്കുന്ന, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ ഭൂമിയിൽ സംസാരിക്കാറില്ലല്ലോ. ആ സമയത്ത് അവയവങ്ങൾ പറയും, ഏത് അല്ലാഹു തആല ഭൂമിയിൽ നിനക്ക് സംസാരിക്കാൻ കഴിവിനെ തന്നോ, അള്ളാഹു ഞങ്ങൾക്കും ഇപ്പൊ കഴിവിനെ നൽകി. എന്നിട്ട് ഈ കിതാബ് നൽകിയിട്ട് പറയും, നിന്റെ ഹിസാബ് നീ തന്നെ ചെയ്തു. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എല്ലാം ഡയറക്റ്റ്, ഒന്നും വിട്ടിട്ടുണ്ടാവില്ല. വീഡിയോ റെക്കോർഡിങ്, ഓഡിയോ റെക്കോർഡിങ്, ഇമേജ് റെക്കോർഡിങ്. അള്ളാഹു തആലക്ക് വേണമെങ്കിൽ ഇമോഷൻസ്, തോട്ട്സ്, അതും അള്ളാഹു തആലക്ക് വേണമെങ്കിൽ അള്ളാഹു തആല പുറത്തുകൊണ്ടുവരാൻ പറ്റും. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, യഅലമു ഖായിനത്തുൽ അയുൻ. കണ്ണിന്റെ കട്ടുനോട്ടം, ഞാൻ കാരണം നമുക്ക് നാവുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ ആ സമയത്ത് ഹൃദയത്തിന്റെ ഫ്രെയിം പറയും, ഇല്ല നീ നോക്കിയത് അതൊന്നുമല്ല, ഈ നോക്കിയത് വേറെ ഇന്റൻഷനിൽ തന്നെയാണ്. യഅലമു ഖായിനത്തുൽ അയുൻ, കണ്ണിന്റെ കട്ടുനോട്ടം. വമാ തുഖ്ഫി സുദൂർ, നിന്റെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം, അതെല്ലാം അറിയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആഖിറാണ്. നമ്മൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്. നമ്മൾ തിരിച്ച് അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോകും. നമ്മൾ അക്കൗണ്ടബിൾ ആണ് അല്ലാഹുവിന്റെ മുമ്പിൽ. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് കണക്ക് തരേണ്ട ആൾക്കാർ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെല്ലാം അക്കൗണ്ടബിൾ ആണ്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയണം. 50,000 നേടി നിൽക്കുന്ന ഹിസാബിന്റെ സമയത്ത് ജീവിതത്തെ കുറിച്ച് ചോദ്യങ്ങൾ നടക്കും. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് യുവത്വത്തിന്റെ ചോദ്യം. അതായത് 5 ചോദ്യമുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചോദിക്കും. യൗവനം ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ യൗവനത്തെ കുറിച്ച് പ്രത്യേകമായ ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് വലിയ ഭാഗ്യവാന്മാരാണ് യൗവനത്തിന്റെ സമയത്ത് അള്ളാഹുനെ അനുസരിക്കാൻ തൗഫീക്ക് കിട്ടിയ ആൾക്കാർ.
നമുക്ക് അള്ളാഹുവിന്റെ തൗഫീക്ക് നൽകി. അപ്പൊ അള്ളാഹു ധാരാളമായി ശുക്ർ ചെയ്യാം. ചിലപ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ, ഇപ്പോഴും താടി ബ്ലാക്ക് തന്നെയാണ്, പക്ഷെ കുറച്ചൊക്കെ നിറച്ച് ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ പരിശ്രമത്തിൽ പഴയ ആൾക്കാർ വന്നിട്ട് താടികളെ എന്നിട്ട് വളരെ ആത്മാർത്ഥമായി ചിലപ്പം വിതുമ്പിട്ട് പറയും, അതാണ് മോനെ ഇങ്ങനൊരു കറുത്ത താടി വെക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല മോനെ. ഭയങ്കര നിങ്ങൾ എത്ര ഭയങ്കര ഉള്ളിൽ വരുന്ന വാക്കുകളാണ്, ഭയങ്കര ഉള്ളിൽ വരുന്ന വാക്ക്. കാരണം നമുക്കറിയാം പരിശ്രമത്തിൽ ചിലരൊക്കെ അവര് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അവർക്ക് സന്ദർഭം കിട്ടിയില്ല, ചില അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സാധിച്ചത്. പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് വലിയ ഖേദമുണ്ട് പിന്നീട് ജീവിതം. അപ്പൊ നമ്മളെ കാണുന്ന സമയത്ത് ആത്മാർത്ഥമായി ചിലപ്പോൾ അവരങ്ങനെ പറയാറുണ്ട്. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഈ സമയത്ത് യൗവനത്തിന്റെ സമയത്ത് ഈ കൂട്ടത്തിൽ അധികം ആൾക്കാർ അൽഹംദുലില്ലാ യുവാക്കളാണ്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള മൈൽ സ്റ്റോൺ നമുക്ക് ധാരാളം ഇനി യാത്രയാണ്. ഈ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ടത് ഇതിനെ നിലനിർത്തുക എന്നുള്ളതാണ്, മരണം വരെ നിലനിർത്തുക. കടലില് ഇത് വരുന്നത് പോലെ, അതായത് തിരമാലകൾ വരുന്ന പോലെ ജീവിതത്തിൽ നമ്മുടെ ലൈഫില് നമുക്ക് അള്ളാഹുന്റെ അനുസരണയുടെ വിഷയത്തിൽ പല രീതിയിലെ തിരമാലകൾ നമുക്ക് നേരിടേണ്ടത് പല രീതിയില്. ചിലപ്പോ ഈ യൗവനത്തിന്റെ സമയത്ത് കണ്ണിന്റെ സൂക്ഷ്മത അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ചിലപ്പം കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പം സാമ്പത്തികമായ ഇടപാടുകളില് അള്ളാന്റെ കൽപ്പന സൂക്ഷിക്കുക, കളവ് പറയാതിരിക്കുക, ഇതായിരിക്കും ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ വരുന്ന പരീക്ഷണമാണ്. ഓരോ സമയത്തും ഓരോ കാര്യത്തിനായിരിക്കും പ്രോമിനൻസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാനത്തോടൊക്കെ താല്പര്യം വരും, പിന്നെ ഫെയിമിനോട് താല്പര്യം വരും. ഇത് ഒരു ഫിത്രത്തിലുള്ള കാര്യമാണ്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയത്തിലെ ഈമാനാണ് നമുക്ക് എന്താക്കാൻ സാധിക്കുന്നത്, ആഖിറത്തെ മുൻനിർത്തി നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പനയിൽ അനുസരിക്കാനുള്ള താക്കത്തുണ്ടാകും. അതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങൾ ഈമാനും തഖ്വയും അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, വിശ്വസിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. പല സന്ദർഭങ്ങളിലും അള്ളാഹു തആല പറഞ്ഞ ഒരു കാര്യം, പല സന്ദർഭം ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈമാൻ ഉണ്ടാക്കി തീർക്കുക, സൗണ്ട് വളരെ കുറവാണ്, അല്പം കൂടെ സ്പീക്കർ അടുപ്പിച്ച് വെച്ച് സംസാരിച്ചേക്കുന്നത്. ഈമാൻ ഉണ്ടാക്കി തീർക്കുക, അതേപോലെ തഖ്വ ഉണ്ടാക്കി തീർക്കുക. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അല്ല ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ. ഓക്കെ. ഈമാനും തഖ്വ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാനും തഖ്വ ഇത് രണ്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവൻ ഉണ്ടാക്കിയെടുക്കണം. മുഴുവൻ കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുന്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹുത്തിന് നടപ്പിലാക്കും. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അൺസീൻ ആയിട്ടുള്ള ഏതോ ഒരു കാര്യം, അതിങ്ങനെ ലോകത്തെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ആർക്കും എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. അള്ളാഹു ഒരു കാര്യത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിന്റെ പട്ടാളത്തെ കൊണ്ട് ആകാശത്ത് ഇറക്കി സമൂഹത്തെ നശിപ്പിച്ച വിവരം, അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിനെ ബാക്കി കുഞ്ഞുങ്ങളൊക്കെ നശിപ്പിച്ചെങ്കിലും മൂസ അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച സംഭവം, മൂസ അലൈഹിസ്സലാമിന് വെള്ളത്തില് വഴികൾ കൊടുത്ത സംഭവം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കകത്ത് സംരക്ഷിച്ച സംഭവം. പക്ഷെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൺസീൻ ആയിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. മുഴുവൻ ലോകത്തെ ബാധിച്ച ഈ വൈറസിനെ കൂടിയൊക്കെ തൂക്കിയെടുത്താലും ഏകദേശം മില്ലിഗ്രാംസേ വരും, അത്രയും വരും. പക്ഷെ അല്ലാഹു തആല അവന് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആലക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അല്ലാഹുവിന്റെ ഖജനാവ്, അല്ലാഹുവിന്റെ ഖുദ്റത്ത് അത്രയും വലുതാണ്. അതുകൊണ്ട് സഹോദരൻ, നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധം അല്ലാഹുമായിട്ടാക്കി തീർക്കണം. ആഖിറത്തെ ലക്ഷ്യമാക്കി ജീവിക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മുടെ ഹൃദയം അല്ലാഹുമായിട്ട് ബന്ധപ്പെടുന്നു. മുഴുവൻ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുവാണ്. അല്ലാഹു ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിവുള്ളവനാണ്. അവൻ സമതാണ്. അവൻ എല്ലാ കാര്യങ്ങളിലും ആരെയും ആശ്രയിക്കാത്തവനാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും അവനേക്ക് ആശ്രയിക്കുന്നവനാണ്. അള്ളാഹു ഖാദിറാണ്. അള്ളാഹുന്റെ 9 സിഫാത്തുകളുണ്ട്. 9 സിഫാത്തുകളും നമ്മൾ നോക്കിക്കാൻ അള്ളാഹുന്റെ ഓരോ ഗുണങ്ങൾ. അള്ളാഹു മുസവ്വിറാണ്, വൺ ഹു ഗിവ്സ് ദ ഷേപ്പ്. അള്ളാഹു തആല ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്നത്? ഡോക്ടേഴ്സിന്റെ പലരും ഈ കൂട്ടത്തില് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അള്ളാഹു തആല നമ്മളെ ഉണ്ടാക്കുന്നത് എത്ര ഭംഗിയായിട്ട് അള്ളാഹു തആല ഉണ്ടാക്കി.
ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലെ എക്സ്പേർട്ടാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഈ നഖവും മുടിയും ഈ വസ്തുക്കളൊക്കെ ഉമ്മാരുടെ വയറ്റിനകത്ത് എല്ലാം കൂടി ഒരു സ്ഥലത്താണ് ഉണ്ടാവുക, ഫസ്റ്റ് ഉണ്ടാവും. പിന്നെ ബോഡി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതിങ്ങനെ പോയി 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 അതിങ്ങനെ കറക്റ്റ് പ്ലേസിൽ പോയിട്ട് അള്ള പ്ലേസ് ചെയ്യാണ്. ഡിസ്പ്രപ്പോർഷൻ ആയിപ്പോയാൽ, ചെറിയ ഡിസ്പ്രപ്പോർഷൻ ആയിപ്പോയാൽ എന്താവും, തലന്റെ മുടി കുറച്ചൊരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാല് നെറ്റിന്റെ മുകളിലേക്ക് കയറും. എത്ര വൃത്തികരമായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കും. മീശ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി, എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? ഇതെല്ലാം അള്ളാഹു മുസബ്ബിറാണ്. അള്ളാഹുവിന്റെ ഒരു ഗുണാണത്. ഈ ക്ലെഫ്റ്റിലെ ആൾക്കാർ ചിരി ഇങ്ങനെ രണ്ടായിട്ടുള്ള അത് ചോദിച്ചാൽ മതി. ഡോക്ടേഴ്സ് സർജൻസ് പറയുന്നത് കേൾക്കാറുണ്ട്. വയറ്റിനകത്ത് അള്ളാഹുതല രണ്ട് ഭാഗത്തും വന്ന് അത് ഫ്യൂസ് ചെയ്യാം. ആ ഫ്യൂസിംഗിൽ വരുന്ന പ്രോബ്ലമാണ്. ഇങ്ങനെ അള്ളാഹുന്റെ കുതിരത്ത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുലേക്ക് ആക്കി തീർക്കണം. മുഴുവൻ കാര്യങ്ങൾ ചെയ്യണം അള്ളാഹുമാണ്. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. പ്രത്യേകിച്ച് ഈ സമയങ്ങളില് ധാരാളമായി ഒഴിവ് സമയമുള്ള സമയമാണ് ഇപ്പോഴും ലോക്ക്ഡൌണിന്റെ പേര്. പലപ്പോഴും വിദ്യാർത്ഥികൾക്കൊന്നും അധികം ക്ലാസ് ഒന്നുമില്ല, വീട്ടിലധികം ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുനെ സൂക്ഷിക്കണം. ഹൽവത്തിൽ, അതായത് നമ്മളുടെ ഒറ്റക്കുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റക്കുള്ള സമയം ജമാഅത്തിലാണ്, പള്ളിയിലാണ്, ടെക്സ്റ്റിലാണ്, താലീമിലാണ്, കൂട്ടത്തിലാണ്. നമുക്ക് സൈക്കിൾ കൺട്രോൾ ഉണ്ടാവും. പക്ഷെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാനും അള്ളയും മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് യഥാർത്ഥത്തില് അള്ളയായിട്ട് നല്ല ബന്ധം, അത് ഈ ഭാഗത്തിൽ കൂടി ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ നമസ്കാരങ്ങളൊക്കെ നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കുക. നാടിന്റെ നിയമങ്ങളനുസരിച്ച് പള്ളിയിൽ പോയി അനുവാദം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കുക. പ്രത്യേകിച്ച് അതിൽ സുബ്ഹി നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തഹജ്ജുദ് നമസ്കരിക്കുക, രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. അള്ളാഹുട് പറയാം. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏതുപോലെ ഒരു പ്രേമഭാചനത്തെ ഒറ്റക്ക് കിട്ടുന്ന സമയത്ത് മനസ്സിനുണ്ടാകുന്ന ഒരു ഇമ്പാണ് ഒരു മനുഷ്യനെ അള്ളാഹുമായി ഒറ്റയ്ക്കുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹുമായിട്ട് ഇടപഴകുമെന്നാണ്. അങ്ങനെ സന്ദർഭങ്ങൾ നമുക്ക് ഇബാദത്തിൽ കൂടി അള്ളാഹിലേക്ക് അടുക്കാൻ സാധിക്കും. പിന്നെ അള്ളാഹുമായി അടുക്കാനുള്ള വഴി എന്താണ്? മറ്റൊരു ദാവത്താണ്. അള്ളാഹിനെ പറ്റി സൃഷ്ടികളോട് പറയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഗശ്ത്, താലീം, ബയാന് അതേപോലെ കാര്യങ്ങൾക്കൊക്കെ പ്രയാസമാണ് നമുക്ക് ആൾക്കാരെ കാണല് പോലൊക്കെ. എന്തായാലും നിയമങ്ങൾക്കനുസരിച്ചും നമ്മുടെ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാം. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പല ഇൻഫ്രാദി ആയിട്ടുള്ള ദഅവത്ത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിനകത്തായിരുന്നു. ഒരാൾ സ്വപ്നം വ്യാഖ്യാനം ചോദിച്ചു വന്നു. ഇൻഫ്രാദി ആയിട്ട് ദഅവത്ത് ചെയ്യും, ഒറ്റയ്ക്കുള്ള സംബന്ധം. ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റും. ഫോണിൽ കൂടി, ഏതെല്ലാം വഴികളിൽ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നാവിന് ഈ വിഷയങ്ങൾ നമ്മുടെ നാവിൽ വന്നുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ സഹോദരമായ നമ്മുടെ ജീവിതത്തില് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ഹറാമുകളിൽ നിന്ന് സ്വയത്തെ സൂക്ഷിക്കണം. ഫർളുകൾ നിർവഹിക്കണം. ഫർളുകളിൽ വീഴ്ച വരുത്താൻ വേണ്ടി പാടില്ല. ഹറാമുകളിൽ നിന്ന് സ്വയത്തെ സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹറാമുകളിൽ നിന്ന് സ്വയത്തെ സൂക്ഷിക്കണം, എല്ലാ ഹറാമുകളും. പക്ഷെ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഹറാമുകൾ വരും. അപ്പം ഉടനെ തൗബ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ചെറിയ നന്മകള് വലിയ നന്മകളിലേക്കുള്ള തൗഫീക്ക് കൊടുക്കും. ചെറിയ നന്മകള് വലിയ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് ഒരു മനുഷ്യനെ കൊടുക്കും. ചെറിയ നന്മകൾ. ഉദാഹരണമായിട്ട് ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പള്ളിയിൽ പോയി കഴിഞ്ഞാല് എനിക്ക് ളുഹറിന്റെ നമസ്കാരം ജമാഅത്തായിട്ട് തന്നെ കിട്ടും. ളുഹറിന്റെ നമസ്കാരം ജമാഅത്തായിട്ട്. അപ്പൊ ചെറിയ നന്മകൾ, അതുകൊണ്ട് എപ്പോഴും ചെറിയ നന്മകളിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ സാധിക്കുമെങ്കിലൊക്കെ. അപ്പൊ അല്ലാഹുതആല വലിയ നന്മകളിലേക്ക് അല്ലാഹുതആല നമുക്ക് തോൽപ്പിക്കുന്നു. ഇതേപോലെ തന്നെ ചെറിയ തിന്മകള്, ചെറുതല്ലെന്ന് വിചാരിക്കുന്ന തിന്മകള്, ചെറിയ തിന്മകള് വലിയ തിന്മകൾക്ക് ധൈര്യം നൽകും. ചെറിയ തിന്മകള് വലിയ തിന്മകൾക്ക് ധൈര്യം നൽകും. തിന്മകളുടെ ചില വാതിലുകളുണ്ട്. ചില വാതിലുകൾ. ആ വാതിൽ വെച്ച് തന്നെ നമ്മൾ തിന്മകൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ എന്റെ വീട്ടിന്റെ വരാന്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് റോഡിൽ കൂടി രണ്ടാളും നടന്നുപോയി. അപ്പൊ എനിക്കൊരു ആഗ്രഹം, പരിചയമൊന്നുമില്ല അവര്, വെറുതെ അവരെ വിളിച്ചെന്താ വരാന്തയിൽ ഇരുത്തി കുറച്ച് സംസാരിക്കാൻ വെച്ചിട്ട് വെറുതെ പരിചയമൊന്നും ഇല്ലാത്ത ആളെ വിളിച്ചാൽ വരാന്തയ്ക്ക് കയറ്റി ഇരുത്തി. അയാളെ നോക്കുമ്പോ സംസാരം തുടങ്ങി. പിന്നെ ഇയാൾ പോകുന്നില്ല. സംസാരിച്ച് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് അസ്വസ്ഥയായി. ഞാൻ പല രീതിയിലും അയാളോട് പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അയാൾ തയ്യാറില്ല. ഞാൻ ഫലം പ്രയോഗിക്കാൻ നോക്കി, അയാൾ പോകാൻ തയ്യാറില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു?
ഞാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ആ തുടക്കത്തിൽ തന്നെ ഞാനാണ് ഗേറ്റ് തുറന്നിട്ട് അയാൾ അകത്തേക്ക് വിളിച്ചത്. ആ സമയത്ത് പരിചയമില്ലാത്തതാണ് ഞാൻ. എന്തിനാ വെറുതെ അകത്തേക്ക് കയറേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇതുപോലെ സഹോദരന്മാരെ ജീവിതത്തിലെ മനുഷ്യനെ പലപ്പോഴും ചെയ്യുന്ന ചെറിയ തിന്മകൾ അത് ആ മനുഷ്യനെ ഏത് അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചില കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് വരികയും പിന്നെ അവൻ വിചാരിച്ചാൽ പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്, എന്താണ്, കണ്ണിന്റെ നോട്ടം അത് ശൈത്താന്റെ വിഷം കലർത്തിയ അമ്പുകളിൽ പെട്ടൊരു അമ്പാണ്. അമ്പിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് കൂടുതൽ മുനയുണ്ട്, ബാക്കില് ഒരു നോൺ റിവേഴ്സിബിൾ ഹെഡ് ഉണ്ട്, 2 ഹെഡ് ഉണ്ട്. മുൻഭാഗത്ത് ഒരു ഹെഡേ ഉള്ളൂ, ബാക്ക് സൈഡിൽ 2 ഹെഡ് ഉണ്ട്. അപ്പൊ മുമ്പോട്ട് പോയാൽ തിരിച്ചു വരുന്ന സമയത്ത് ഇറച്ചിയോടുകൂടിയാണ് തിരിച്ചു വരിക. അപ്പൊ നോട്ടം അതൊരു ചെറിയ തിന്മയാണ്, പക്ഷെ അതെന്താണ്, വലിയ തിന്മകളിലേക്കുള്ള വാതിലാണ്. അങ്ങനെ പല കാര്യങ്ങളും നോക്കിയാൽ പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക, സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിലേക്കുള്ള അടുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ജീവിതത്തിൽ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പകർത്താൻ ഞങ്ങളുടെ സുന്നത്തുകളെ. അതിന്റെ സുന്നത്തിന് പ്രകാശമുണ്ട്, സുന്നത്ത് അക്മലാണ്, പരിപൂർണമാണ്, സുന്നത്ത് അസ്ഹലാണ്, സുന്നത്ത് എളുപ്പമാണ്, സുന്നത്ത് അഹ്സനാണ്, സുന്നത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹിയുടെ സുന്നത്ത് എന്താണ്, അത് ഏറ്റവും മനോഹരമാണ്. ആ പ്രൗഡ് ആണ് മുസ്ലിം. ഞാനൊരു മുസ്ലിമാണെന്ന കാര്യത്തില് എനിക്ക് എപ്പോഴും അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ദാറ്റ് ഐ ആം ദ ഫോളോവർ ഓഫ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനെ എന്റെ ഹൃദയത്തിൽ വലിയ അഭിമാനമുണ്ട്. അതുകൊണ്ട് നബിതങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി നമ്മൾ എന്താക്കണം, അള്ളാഹുവുമായുള്ള അടുപ്പം ആഖിറത്തെ ലക്ഷ്യമാക്കി നമ്മൾ കരസ്ഥമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഖിറത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതം, അള്ളാഹുന്റെ വഹദാനിയത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുമായിട്ടുള്ള അടുപ്പം ഇൻഫ്രാദിയായിട്ടുള്ള ഐഷ്ട്യമായ ഇബാദത്തുകളിൽ കൂടി ദിക്റ്, തസ്ബീഹ്, തിലാവത്ത് അങ്ങനെയുള്ള അമലുകളിൽ കൂടി, അതേപോലെ ദഅവത്തിൽ കൂടി ഇത് നമ്മൾ എന്താക്കണം. പിന്നെ അതേപോലെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഓരോന്നിലും മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കി ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം. നമസ്കാരങ്ങൾ അതീവ ശ്രദ്ധ. അള്ളാഹു തന്നെ കൗലാണ്, എനിക്ക് അള്ളാഹുനോട് സംസാരിക്കണം തോന്നിയാൽ ഞാൻ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടും. അള്ളാഹു എന്നോട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ എന്താക്കും, ഖുർആൻ ഷരീഫ് തിലാവത്ത് ചെയ്യും. അവിടെ ഖുർആൻ ഷരീഫിന്റെ തിലാവത്ത്, തസ്ബീഹാത്തുകള്, നമസ്കാരങ്ങള്, ഈ കാര്യങ്ങളിലെ ശ്രദ്ധ ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കും. പാപങ്ങൾ സ്വയം സംരക്ഷിക്കുക, നന്മകളിലേക്കുള്ള നമ്മുടെ എടുത്തുചാട്ടം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട. പിന്നെ സഹോദരൻ, ഇതെല്ലാം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു സോഷ്യൽ ബീയിങ്, സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് ദീന് ഒരിക്കലും പൂർത്തിയാകുന്നില്ല ഒരു മനുഷ്യൻ ഇബാദത്തുകളിൽ മാത്രം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നമ്മുടെ മുതിർന്ന സാർ പറയാറുണ്ട്, ദീൻ 5 ഭാഗങ്ങൾ. ഒന്ന് ഈമാനിയാത്താണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്രയും പറഞ്ഞ കാര്യമാണ്. രണ്ടാമത് ഇബാദത്താണ്, അതും ഈ സമയത്ത് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു. നമസ്കാരം, ഖുർആൻ ശരീഫ് തിലാവത്ത്, സുന്നത്തായ ജീവിതം, പല കാര്യങ്ങളും, ദുആകളും, ഈ രണ്ടും. ഇനി ദീന്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുആമല, നമ്മുടെ സാമ്പത്തികമായ ഇടപാട്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ സമ്പദ്ഘടന, ട്രാൻസാക്ഷൻസിന്റെ ബേസ് എന്ന് പറയുന്നത് സിദ്ഖ്, സത്യസന്ധത, അതേപോലെ അമാനത്തുകാരി, വിശ്വസ്തത. ഹദീസിൽ വരുന്നുണ്ട്, ഒരു മൂമിൻ എപ്പോഴെങ്കിലും അവൻ ചിലപ്പോൾ ഭീരുവായേക്കാം, അല്ലെങ്കിൽ അവൻ പിശുക്കനായേക്കാം, പക്ഷെ ഒരിക്കലും കളവ് അറിയില്ല. ഒരിക്കലും കളവ് പറയാൻ പറ്റൂല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. സത്യസന്ധത, പറയുന്ന വാക്കുകൾ, വിശ്വസ്തത, ഇതെല്ലാം നമ്മുടെ ബേസ് ആണ്. ട്രാൻസാക്ഷൻസില്, കാര്യങ്ങളിലൊക്കെ സത്യസന്ധത. പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നമ്മളുടെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ വാഷറ, നമ്മുടെ സോഷ്യൽ ലൈഫ്, കൾച്ചറൽ ലൈഫ്, സാമൂഹ്യ സാംസ്കാരിക ജീവിതം. ഇസ്ലാമിന്റെ അടിസ്ഥാനമുണ്ട്, സിംപ്ലിസിറ്റി, സാദഗി. ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, സമൂഹ ജീവിതത്തിൽ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് അതൊരു റിലേറ്റീവ് ടേം ആണ്. നമ്മൾ ഏതെങ്കിലും ആണെങ്കിലും അയാൾ ഇപ്പോൾ ഭയങ്കര ആർഭാടാണോ എന്ന് പറയുന്നത് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അയാളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കറിയില്ല.
അതായത് അള്ളാഹു ചെയ്ത ഉപദേശങ്ങളുടെ ഉപദേശമാണ്. നിങ്ങളുടെ 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 തങ്കി ഓർ ഉസ്അത്ത്, അതായത് നിങ്ങളുടെ വിശാലതയിലും ഇടുക്കത്തിലും. വിശാലത, ഉസ്അത്ത്, തങ്കി എന്ന് പറഞ്ഞാല് ഇടുക്കം. മിയാൻ അർവിക്കോ ഇഖ്തിയാർ കറോ. മിയാൻ അർവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീഡിയോക്കർ, മധ്യമായ നില, ജീവിതത്തിൽ മധ്യമായ നിലയെ സ്വീകരിക്കണം. ഇത് നമുക്കുള്ള ഉപദേശമാണ്. ഇത് മധ്യമായ നില, എല്ലാ കാര്യങ്ങളും മധ്യമായ, എക്സ്ട്രീമിസം ഇല്ലാതെ. അതിന്റെ ഒരു ഭാഗമാണ് ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വാഷറയുടെ ഭാഗമാണ്, നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഹയ, ലജ്ജ, ഇതും നമ്മളുടെ 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 ജീവിതത്തിന്റെ, നമ്മുടെ മുആശറയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ രീതിയിൽ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുആശറയിൽ നമ്മൾ ഈ ഗുണങ്ങളോട് കൂടി നമ്മൾ ജീവിക്കാം. പിന്നെ ഇസ്ലാമിന്റെ 5ാമത്തെ ഭാഗമാണ് അഖ്ലാഖിയാത്ത്, നമ്മുടെ സ്വഭാവം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിൽ കൂടി, അമലിൽ കൂടി ഒരു മനുഷ്യന് ഏതെല്ലാം അവസ്ഥയിൽ എത്താൻ സാധിക്കുന്നു, അതിനേക്കാൾ വലിയ ഉയർന്ന അവസ്ഥയിലേക്ക് ഒരാൾക്ക് അവന്റെ സ്വഭാവത്തിൽ കൂടി എത്താൻ മനസ്സിലായി. ഒരു ഹദീസിലുണ്ട്, നാളെ മീസാനിൽ ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ചില സാധനങ്ങളുണ്ട്, ലോറി ഫുള്ള് ഉണ്ടാവും, പഞ്ഞി, അധികം വെയിറ്റ് ഉണ്ടാവും. പക്ഷെ ഒരു ചാക്ക് ഇരുമ്പോ അത് ഭയങ്കര വെയിറ്റ് ആണ്. അഖ്ലാഖ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സ്ഥാനമാണ്. കാണാൻ കുറച്ച് ചെറുതായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അള്ളാന്റെ അടുത്ത് ഭയങ്കര സ്ഥാനമാണ് അഖ്ലാഖ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്നത് ആരോടാണ്? നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരുടെ കൂടെയാണോ സഹവസിക്കുന്നത് അവരോടാണ് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നിങ്ങളുമായിട്ട് വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മഷൂറയുടെ സമയത്തോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു ജോഡിന്റെ സമയത്തോ കാണുന്ന ആളാണ്. ഞാൻ നിങ്ങളുമായിട്ടുള്ള സഹവാസം വളരെ കുറച്ചാണ്. എനിക്ക് ആ സമയത്ത് നിങ്ങളൊന്ന് ചിരിച്ചു കാണിക്കുക, പല്ല് തോന്നുന്ന കാണിക്കുക, അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് കാണിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കുന്ന ആളുടെ കൂടെയാണ്, എന്റെ ഭാര്യയുടെ കൂടെയാണ്, എന്റെ മക്കളുടെ കൂടെയാണ്. അപ്പൊ എന്റെ ഏറ്റവും നല്ല സ്വന്തം റമീസ് ഭായി, സൗണ്ട് എന്തായിട്ടുണ്ട്? കേൾക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ വയസ്സായാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആരോടാണ്? നമ്മുടെ മാതാപിതാക്കൾ. കട്ടായിരുന്നു കുറച്ച് നേരം. ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയോ? ഇപ്പൊ കേൾക്കാൻ തുടങ്ങി. കുറെ കട്ടായിട്ട് മിനിറ്റ് 1 മിനിറ്റ്. ഓക്കെ, സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. വീട്ടിലെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞു. ോടാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരുടെ കൂട്ടത്തിന് നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം. പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പക്കാരെ നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ പെരുമാറ്റം. അതുകൊണ്ട് ഹദീസിൽ വന്നിരിക്കുന്നത് സ്വർഗത്തിലെ വാതിലപ്പെട്ട വാതിലാണ് വാപ്പ. ഉമ്മായുടെ കാലിന്റെ കീഴിലാണ് സ്വർഗം. ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. ഉമ്മയോടുള്ള കടമ എന്ന് പറയുന്നത് ഭയങ്കര കടമയാണ്. നമ്മൾ സാധാരണ ഉമ്മയുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണ ഒരു കാര്യം പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാല്, പിന്നെ എന്താണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ 70 ഹദീസ് ഉണ്ട്. എന്താണത്? വിശ്വാസങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നപ്പോ, ഒരു സ്ത്രീ വന്നു, 2 കുട്ടികൾ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ മൂന്ന് കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാരക്ക് ഉമ്മാക്കും ഓരോ കാരൊക്കെ 2 കുട്ടികൾക്ക് കൊടുത്ത്. അപ്പം കുട്ടികൾ പെട്ടെന്ന് വിശപ്പിന്റെ പേരിൽ ഓരോ കാരയ്ക്ക് തിന്ന് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മയും കഠിനമായ വിശപ്പിലാണ്. ആ സമയത്ത് ഉമ്മ എന്ത് ചെയ്തു? അത് കഴിക്കുന്നതിന് പകരം അത് 2 കീറാക്കിയിട്ട് മക്കളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉമ്മയുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൽ സാധാരണ പറയാനുള്ള വിശദീകരണത്തിലൊക്കെ പറയാനുള്ളതാണ്, ഉമ്മയുടെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ 70% സ്നേഹം മാത്രമാണ് ഉമ്മാക്ക് പറയാം. അത്രയും വലിയ സ്നേഹമാണ് അള്ളാഹ്ക്ക് എന്ന് പറയാൻ വേണ്ടി പറയാമോ? ഇതിലെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ സിഫാത്തുകൾ ധാരാളം അള്ളാന്റെ സിഫാത്തുകളുണ്ട്. അള്ളാഹ് ബസീറാണ്, അള്ളാഹ് സമീആണ്, അള്ളാഹിന്റെ പല ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു ഗുണത്തെയും സൃഷ്ടിയുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടിട്ടില്ല. അള്ളാന്റെ കാഴ്ചശക്തിയുടെ 70% കാഴ്ചശക്തിയാണ്, 70% കാഴ്ചശക്തിയാണ് ഇന്നാക്ക് കൊടുത്തിരിക്കുന്നത്. എവിടെയും കാണാൻ സാധിക്കില്ല. പക്ഷെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് അത് മാത്രമാണ്
ഒരു സൃഷ്ടിയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കും, ഒരു സൃഷ്ടിയുമായിട്ട്, അതും ഉമ്മയായിട്ട്. യഥാർത്ഥത്തിൽ അവിടെ അള്ളാന്റെ സ്നേഹമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് അള്ളാന്റെ സ്നേഹത്തോട് ഒരു ഫൈനൈറ്റ് ആയിട്ട് കമ്പാറബിൾ മോഡിലാണ് ഉമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മയോടുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അത് ഹദീസിൽ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ കടമകൾ ഉമ്മയോട് പറയുന്നു. അവരുടെ കാലിലേക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മൾ എത്ര ചിലപ്പോൾ പ്രായമായ ഉണ്ടായ ആൾക്കാർക്ക് ഉണ്ടാവും. സെക്കൻഡ് ചൈൽഡിഷ്നസ് തുടങ്ങുന്ന സമയം, അവരുടെ പ്രായം കൂടുന്നു. അതുകൊണ്ട് ഹദീസിൽ പ്രായമായ ഉമ്മമാരെ പരിചരിക്കുന്ന വിഷയത്തിൽ ധാരാളമായി പറയപ്പെട്ടിട്ടുണ്ട്. ജിഹാദിന് പോകാതെ ഉമ്മയെ പരിചരിച്ച ആൾക്കാരെ, തമീം എന്താണ് ആ സാഹിബിന്റെ പേര് ഞാൻ മറന്നു, ഉസ്താദുകൾ പറഞ്ഞ സന്തോഷവാർത്ത അറിയിച്ചു ഉമർലാന് കണ്ട സംഭവം. അപ്പം ഉമ്മയോടുള്ള പെരുമാറ്റം, വാപ്പയോടുള്ള പെരുമാറ്റം ഏറ്റവും നല്ല അവരുടെ കണ്ണിന്റെ കുളിർമയായിട്ട് മാറും. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, നമ്മളെ കണ്ണിന്റെ കുളിർമയായിട്ട് മാറണം. നമ്മുടെ മക്കള്, നമ്മുടെ ജനറേഷൻസ് നമ്മുടെ കണ്ണിന്റെ കുളിർമയായിട്ട് മാറണം. അവിടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറ്റം. ഈ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലോ ഭാര്യമാരോടുള്ള പെരുമാറ്റം. നമ്മള് നല്ലത് ഹദീസ് ആയിരിക്കുന്നതാണ്, നിങ്ങൾ ഏറ്റവും നല്ല ആരാണ്, നിങ്ങളുടെ കൂട്ടുകാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവർ എന്നല്ല പറയരുത്. പക്ഷെ നിങ്ങളിൽ ഏറ്റവും നല്ല ആള് നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്പൗസസിനോട്, നിങ്ങളുടെ അണകളോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവരാണ് നിങ്ങളുടെ ഭാര്യമാരോട്. അതുകൊണ്ട് ഞാൻ നല്ല ആളാണ്. എന്റെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റില്, ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റില് സൈൻ ചെയ്യേണ്ട സീലിംഗ്സ് അതോറിറ്റി എന്റെ പ്രിൻസിപ്പൽ അല്ല, അല്ലെങ്കിൽ എന്റെ എംപ്ലോയർ അല്ല. എന്റെ ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്യേണ്ട സൈനിങ് അതോറിറ്റി അത് ആരാണ്? എന്റെ വൈഫാണ്, എന്റെ ഭാര്യ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹവസിക്കുന്ന ആൾക്കാരോടുള്ള ഏറ്റവും വലിയ പെരുമാറ്റം, ഏറ്റവും വലിയ പെരുമാറ്റം ഇതിന്റെ അടിസ്ഥാനമാണ്, അഖ്ലാഖിന്റെ ഒരു അടിസ്ഥാനമാണ്. അതേപോലെ ഇങ്ങോട്ട് പ്രയാസം വന്നാലും അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറും. ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരോട് മാത്രം അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറാന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. അത് ഒരു കച്ചവടം, ഹദീസ് ഇസ്ലാം എന്ന കച്ചവടമാണ്. ഗിവ് ആൻഡ് ടേക്ക്. ഇങ്ങോട്ട് നല്ലത് കിട്ടി അങ്ങോട്ട് നല്ലത് കൊടുക്കുക. പക്ഷെ ഇങ്ങോട്ട് പ്രയാസമായിട്ട് പെരുമാറിയാലും അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുക, ഇത് നമ്മുടെ ഒരു അടിസ്ഥാനമാണ്. അങ്ങനെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന അഖ്ലാഖ് എന്താണ്? നമ്മൾ ഏതൊരു അമലുകൾ ചെയ്യുന്നതും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 3 പേര് ഒരു ഗുഹയിൽ കുടുങ്ങിയ സംഭവം നമുക്കറിയാം. അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത എന്താണ്? ഓരോരുത്തരും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്ത ഓരോ അമൽ എന്താണ്? അള്ളാന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞ് ആ വഴികൾ തുറന്നത്. ഇതേപോലെ ലൈഫിൽ പറ്റുമെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലും ചെറിയ ചെറിയ അമലുകൾ ചെയ്യണം. ചെറുതാണോ വലുതാണോ എന്താണ് സാധിക്കുക, അതിങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കണം. ചില ആൾക്കാർ ലൈഫിൽ പിന്നെ പ്രതിസന്ധികൾ വന്നാല് ഉപയോഗിക്കാൻ വേണ്ടി ചില സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ അടുത്ത് സഹായം എടുക്കാനുള്ള ഒരു എളുപ്പമുള്ള വഴിയാണ് നമ്മുടെ അമലുകൾ എന്ന് പറയുന്നത്. അതിങ്ങനെ റെഡിയാക്കി വെക്കണം ഓരോ സമയത്ത്, ആരും അറിയാതെ. എന്തെങ്കിലും വല്ലാത്ത കുടുക്ക് കുടുങ്ങുമ്പോൾ അള്ളാഹ് പറയണം, പടച്ചോനെ ഞാൻ അന്ന് ഈ സാധനം ചെയ്തത് ഞാൻ നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് പടച്ചോനെ, അത് നീ എനിക്ക് അവിടെ ഈ പ്രശ്നം നീ എന്നൊന്ന് കഴിച്ചിലാക്കിത്താ പടച്ചോനെ. അള്ളാഹ് കഴിച്ചിലാക്കി തരും, തീർച്ചയായിട്ടും കഴിച്ചിലാക്കി. അപ്പൊ ഹൈറാണെങ്കിൽ അള്ളാഹ് തീർച്ചയായിട്ടും കഴിച്ചിലാക്കി. ഈ ലോകത്ത് വന്ന ഈ അവസ്ഥയിൽ കൂടി നമുക്ക് നമുക്ക് ഒന്നിക്കൽ ശിക്ഷയാവാം, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷണമാവാം. പരീക്ഷണമാണെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിൽ കൂടി അള്ളാഹുലേക്ക് അടുക്കാം. തൗബയിൽ കൂടി, ഇസ്തിഗ്ഫാറിൽ കൂടി, ഇൻഫിറാദായിട്ടുള്ള കൂടുതലായിട്ടുള്ള അമലുകളിൽ കൂടി, സൂക്ഷ്മതയിൽ കൂടി അള്ളാഹുലേക്ക് അടുക്കാം. ഇനി നമുക്ക് ശിക്ഷ ആണെങ്കിലോ ഇതിൽ കൂടി നമ്മൾ എന്താണ്? അള്ളാഹുന്ന് ദൂരെയായിപ്പോ. അതുകൊണ്ട് നമ്മൾ ഈ അവസ്ഥയിൽ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുകയും സൃഷ്ടികളെ അള്ളാഹുലേക്ക് ബന്ധപ്പെടുത്താനുള്ള പരിശ്രമത്തെയും നമ്മൾ സാധിക്കുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ചെയ്യുകയും ചെയ്യും. ദിവസത്തെ ടൈം ടേബിൾ വേണം നമുക്ക്, പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ സമയം നല്ലൊരു ടൈം ടേബിൾ വേണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സമയത്തെ കണ്ടെത്തണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു അക്കാഡമിക് ബ്രേക്ക് പലപ്പോഴും പലർക്കും വന്നിട്ടുണ്ട്. പക്ഷെ യൂസ്ഫുൾ ആയിട്ട് രാവിലെ മാത്രത്തിന് പ്രയോജനപ്പെടുത്തപ്പെടാവുന്ന പല കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളുടെ ഡൊമൈനിലുള്ള എക്സ്പേർട്സിനോട് ചോദിച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്കിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്കിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് പിന്നെ ആരെങ്കിലും ഇപ്പം പിന്നെ നമ്മളൊരു ഇന്റർവ്യൂനോ മറ്റോ വിളിച്ചു കഴിഞ്ഞാല് വാട്ട് ക്യാൻ യു ഡു എന്ന് ചോദിച്ചു
ഐ ക്യാൻ ഡു എവറിത്തിങ് ഒരാൾ പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഹി കനോട്ട് ഡു എനിത്തിങ് നൗ. ഹി കനോട്ട് ഡു എനിത്തിങ്. മാസ്റ്റർ ഓഫ് നൺ ജാക്ക് ഓഫ് ഓൾ സാറ് പറയുന്നത്. മാസ്റ്റർ ഓഫ് നൺ, ഒന്നിലും മാസ്റ്റർ അല്ല, ബട്ട് ജാക്ക് ഓഫ് ഓൾ. എല്ലാത്തിലും എന്തൊക്കെ അറിയാം. നമ്മുടെ സ്ലോഗൻ മാസ്റ്റർ ഓഫ് മിനിമം വൺ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മാസ്റ്ററായി, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ എന്നെ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, ഐ എം ഗുഡ് ഇൻ ഡാറ്റ മൈനിങ്, ഐ എം ഗുഡ് ഇൻ മെഷീൻ ലേണിംഗ്, ഐ എം എൻ എക്സ്പെർട്ട് ഇൻ ദിസ് ഏരിയ എന്ന് നമുക്ക് ബോൾഡായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. If you give me a work in this domain, I am ready to execute it. You can be confident. You can be confident on it. ഇങ്ങനെ നമുക്ക് മുസ്ലിംസ് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അള്ളാഹുമായിട്ട് അടുപ്പുള്ള സമയത്ത് മുസ്ലിങ്ങൾ പല കാര്യങ്ങളും മുന്നിലായിരുന്നു. നമുക്കത് ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. പല കാര്യങ്ങളും നമ്മൾ മുന്നിലായിരുന്നു. അതുകൊണ്ട് സാറിന് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിൽസിനെ, നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് ആയിട്ട് മനസ്സിലാക്കി നമ്മൾ നല്ല സമയങ്ങളെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിനു വേണ്ടി നല്ലൊരു പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫെല്ലോ ബീങ്സിനെയും കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള ബോധവൽക്കരണം ഉണ്ടാകും. അള്ളാഹിന്റെ സൃഷ്ടികളെ പലരും പ്രയാസത്തിലാണ്, പലരും വിഷമത്തിലാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും? കാരണം ഒരു ബിഗ് ഹാർട്ടാണ് ആവശ്യം. ഒരു വലിയൊരു മനസ്സ്. ഇതുണ്ടെങ്കിൽ അള്ളാഹു താല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തില് ഒരു സഹാബി, ഒരു വികലാംഗനായ സഹാബി രാത്രി മുഴുവൻ വെള്ളം കോരി അതിന് പകരം കുറച്ച് ഈത്തപ്പഴം കിട്ടിയ സമയത്ത് നബിതങ്ങൾക്ക് കൊണ്ടുകൊടുക്കുകയും നബിതങ്ങൾ ആ സ്വരൂപിച്ച് വലിയ മുതലിന്റെ യുദ്ധ സന്നാഹങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ മുകളിൽ ഇട്ടിട്ട് പറഞ്ഞു അതിൽ ബർക്കത്ത് വന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു ഹൃദയത്തോടു കൂടി നമ്മൾ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹിന്റെ അടിയാറുകളെ സഹായിക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുതആല തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വഴികൾ തോന്നും. അതുകൊണ്ട് സാധനമാർ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തില് ഈ പറയപ്പെട്ട ഈമാന്റെ, ഇബാദത്തിന്റെ, അതേപോലെ തന്നെ നമ്മളുടെ ദിക്ർ തസ്ബീഹാത്തുകള്, നമ്മുടെ ദിവസങ്ങളിലെ താലീമ്, നമ്മുടെ സ്വഭാവം, ഇഖ്ലാസ്, ഇതെല്ലാം നമ്മുടെ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഖലീഫയായിട്ട് ലോകത്ത് ജീവിക്കണം. അതായത് നമ്മൾ എല്ലാവരും നിയ്യത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ് ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യും. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ നമ്മളുടെ മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മളോട് പറയപ്പെട്ടിരിക്കുന്നത് അതിലാണ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് അവസ്ഥകൾ നന്നാവും, തീർച്ചയായിട്ടും നന്നാവും. അള്ളാഹുവിനെ നന്നാക്കാൻ വേണ്ടി ആണ് എന്തോ ഒരു ഉമ്മത്തിന്റെ എന്താ പറയണ്ടേ മനുഷ്യരുടെ മുമ്പിൽ എന്തോ അല്ലാതെ തീരുമാനം വഴികൾ തുറക്കാൻ വേണ്ടി അല്ലാതെ തീരുമാനമാണ്. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്ന ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യും. ലോകത്തിന്റെ മുഖ്യ യാത്ര ചെയ്യും. നമ്മുടെ ദ്വാക്കിൽപ്പെട്ട ദ്വായാണ് അല്ലാഹു ദീനിന്റെ പരിശ്രമത്തിന്റെ വഴിയില് നീ എന്റെ റിസ്കിനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചിതറണം. നമ്മൾ ഇൻഷാല്ലാ ഓസ്ട്രേലിയയിലും പോകും, നമ്മൾ സൗത്ത് അമേരിക്കയിലും പോകും, നോർത്ത് അമേരിക്കയിലും പോകും, അതുപോലെ നമ്മുടെ ആഫ്രിക്കയിലും പോകും. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വലിയ ആഗ്രഹത്തോടു കൂടി ഇൻഷാല്ലാ നിയ്യത്ത് ചെയ്യുകയും പരിശ്രമിക്കാൻ വേണ്ടി ഉറച്ച നിശ്ചയങ്ങൾ ചെയ്യുകയും ചെയ്യാം.